ഗുഡ് മോർണിംഗ് ഓൾ, വെൽക്കം ബാക്ക് ടു ഫോക്സിലിസം. സമയം രാവിലെ 3:25. ഈ കൊച്ചു വെളുപ്പാങ്കാലത്ത് പെട്ടിയും കിടക്കിയെടുത്ത് ഇവന്മാരെങ്ങോട്ടാണ് പോയതെന്ന് ചോദിച്ചാൽ ഒരേ ഒരു ഉത്തരം, കോയമ്പത്തൂർ. നിങ്ങൾക്ക് ഒരു 1 ഡേ ട്രിപ്പ് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയിൽ പോയിട്ട് വരണമെങ്കിൽ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്തുള്ളൊരു കടയിൽ നിന്ന് ഒരു ഫിൽറ്റർ കോഫി കുടിച്ചിട്ട് നമ്മൾ ഡേ സ്റ്റാർട്ട് ചെയ്യുകയാണേ. ഡെസ്റ്റിനേഷൻ നമ്പർ 1 മരുതമലൈ സുബ്രഹ്മണ്യ ടെമ്പിൾ. അവിടേക്ക് എത്താനായിട്ട് നമ്മൾ ബസ് നമ്പർ 70 കേട്ടോ കയറേണ്ടത്. ഈ ഒരു ബസ് നിങ്ങളെ കറക്റ്റ് മരുതമലൈ ടെമ്പിളിൻ്റെ തൊട്ടടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ ഡ്രോപ്പ് ചെയ്യും. അവിടെ നിന്ന് നോക്കിയാലോ ദേ വിദൂരതകളിലായിട്ട് അമ്പലവും കാണാനായിട്ട് പറ്റും. ഇവിടെ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട ആവശ്യമില്ല. ഈ കാണുന്ന ബസ്സിൽ 10 രൂപ മാത്രം ടിക്കറ്റ് എടുത്തുകൊണ്ട് നിങ്ങൾക്ക് അമ്പലത്തിൻ്റെ ടോപ്പിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും. ഇവിടെ നിന്നുകൊണ്ട് നോക്കിയാൽ ഓൾമോസ്റ്റ് കോയമ്പത്തൂർ ഫുള്ള് കവർ ചെയ്യുന്ന രീതിക്കുള്ള ഒരു വിഷ്വൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ പഞ്ചാമൃതം മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. ഞങ്ങൾ തിരിച്ചിറങ്ങാനായിട്ട് നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ദേ അവിടെ ഒരാൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് അങ്ങനെ നിൽപ്പുണ്ടായിരുന്നു. ഞങ്ങൾ അവനൊരു ടാറ്റായും കൊടുത്തിട്ട് തിരിച്ച് അടുത്ത ബസ്സിന് കയറി താഴേക്ക് യാത്രയായി. ഇവിടെ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരുപാട് കരകൗശല സ്റ്റോളുകളൊക്കെ കാണാനായിട്ട് പറ്റുവേ. തിരിച്ച് ഞങ്ങൾ കോയമ്പത്തൂരേക്ക് യാത്രയാകുകയാണ്. ഇവിടെ വന്നിട്ട് പ്രത്യേകിച്ച് ഉച്ചയ്ക്ക് പണിയൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ പ്രോസോൺ മാളിൽ പോയിട്ട് ഒരു സിനിമ കാണാമെന്ന് വെച്ചു. അങ്ങനെ റോന്ത് കണ്ടിട്ട് ഞങ്ങൾ തിരിച്ചിറങ്ങി. ഇപ്പോൾ സമയം ഏകദേശം 4:30 ഞങ്ങളിപ്പോൾ ഉള്ളത് ആദിയോഗി ഇഷ ഫൗണ്ടേഷനിലാണ്. കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഏകദേശം 30 കിലോമീറ്റർ അകലെയായിട്ടാണ് ഈ ഒരു ഇഷ ഫൗണ്ടേഷൻ സ്ഥിതി ചെയ്യുന്നത്. ഏതാണ്ട് അരമണിക്കൂറൊക്കെ ഇടവിട്ട് ഇങ്ങോട്ടേക്ക് നിരന്തരം ബസ്സുകളും അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ എത്തി തിരിച്ചു പോകാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടുകളും ഉണ്ടായിരിക്കുന്നതല്ല. 9:30 കേട്ടോ തിരിച്ചുള്ള അവസാനത്തെ വണ്ടി. സോ നിങ്ങൾ കോയമ്പത്തൂർ വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആദിയോഗി അല്ലെങ്കിൽ ഇഷ ഫൗണ്ടേഷൻ ഒരു മസ്റ്റ് വിസിറ്റ് സ്പോട്ട് തന്നെയാണ്. ഇതിൻ്റെ അകത്തേക്കുള്ള വിഷ്വൽസ് അധികം എനിക്ക് ക്യാപ്ചർ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം മൊബൈൽ ഫോൺസും ആക്സസറീസും ഒന്നും അകത്തേക്ക് എൻട്രി അലൗഡ് അല്ല. തിരിച്ചിറങ്ങി 7 മണിയായപ്പോൾ ദേ ഈ കാണുന്ന രാത്രിത്തെ ലൈറ്റ് ഷോയും കണ്ടിട്ട് ഞങ്ങൾ നേരെ തിരിച്ച് ബസ് കയറി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നും 11:25 ട്രെയിൻ പിടിച്ച ഞങ്ങൾ ഏകദേശം 5:08 ആയപ്പോഴത്തേക്ക് കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ റീച്ച് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇറ്റ്സ് മീ അശ്വൻ CB സൈനിങ് ഓഫ്.